ദൃശ്യം 2 എന്ന സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ പരിശോധിക്കാൻ നമുക്ക് ആദ്യമേ തന്നെ അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം 2 ജിത്തു ജോസഫ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ. ആമസോണിലാണ് സിനിമയുടെ സെക്കൻഡ് പാർട്ട് OTT റിലീസ് ചെയ്ത്. ഇപ്പോൾ അതേ സിനിമ തന്നെ തിയേറ്റർ റിലീസിന് വരികയാണ്. എന്തായാലും സിനിമ ഈ വരുന്ന ഏപ്രിൽ 10-നാണ് വന്നത്. സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ പരിശോധിക്കുകയാണെങ്കിൽ 2.58 ലക്ഷമാണ്. 102 ഷോസ് ആണ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്. വളരെ ലിമിറ്റഡ് ആയ ഷോസ് ആണ്, കാരണം കൂടുതൽ ഷോസ് നമ്മുടെ വാഴ 2 പിള്ളേരും കൊണ്ടുപോയിരിക്കുകയാണ്. അടുത്തൊരു സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഭരതനാട്യം സിനിമയിൽ സെക്കൻഡ് പാർട്ടായിട്ടാണ് മോഹിനിയാട്ടം എന്ന സിനിമ വരുന്നത്. സൈജു കുറുപ്പാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല കോമഡി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി സിനിമ. എന്തായാലും പടത്തിന്റെ കേരളത്തിലെ പ്രീസെയിൽ പരിശോധിക്കുകയാണെങ്കിൽ 13.20 ലക്ഷമാണ്. ഓവർസീസിൽ സിനിമയ്ക്ക് ഇന്ത്യന്റെ വെളിയിൽ 3.58 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 16.78 ലക്ഷമാണ്. വളരെ കുറഞ്ഞൊരു പ്രീസെയിലാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ റിലീസിന് ശേഷം നല്ല റിപ്പോർട്ട് കാണുന്നുണ്ട് പോസിറ്റീവായിട്ട്. എന്തായാലും ഒരു ദിവസങ്ങളിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനോട്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട്. വീക്കെൻഡ് ഒക്കെയാണ് വരാൻ പോകുന്നത്. മറ്റൊരു സിനിമയാണ് ടെക്യൂട്ട് എന്ന് പറഞ്ഞ സിനിമ എന്തായാലും നമ്മുടെ കേരളത്തിലും റിലീസിന് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വേഫെയർ ഫിലിംസ്. തെലങ്കാന കളക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പ്രീസെയിൽ ആയിട്ട് 1.61 ലക്ഷം, ആന്ധ്രാപ്രദേശ് 93 ലക്ഷം, കർണാടക 44 ലക്ഷം, തമിഴ്നാട് 9 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് അങ്ങനെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ പറഞ്ഞ സംസ്ഥാനം ഇല്ലാതെ ഓൾമോസ്റ്റ് 59 ലക്ഷം കാണുന്നത്. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 3.66 ലക്ഷമാണ്. ഇനി ഓവർസീസ് ആണ് ഇന്ത്യന്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 3.38 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 7.4 ലക്ഷമാണ്. സിനിമയ്ക്ക് നല്ലൊരു അഡ്വാൻസ് സെയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്രീസെയിൽ കാണുന്നുണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ്. എന്തായാലും സിനിമ കണ്ട് നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു വീക്കെൻഡും ലഭിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ലക്കി ദ റേസർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അല്ലു അർജുന്റെ എക്കാലത്തെയും ഒരു വമ്പൻ സിനിമ തന്നെയാണിത്. എന്തായാലും സിനിമ വീണ്ടും റീ റിലീസിന് വന്നിരിക്കുകയാണ് പലയിടങ്ങളിലായിട്ട്. എന്തായാലും വേൾഡ് വൈഡ് 2 ദിവസത്തെ റീ റിലീസ് കളക്ഷൻ നോക്കാം നമുക്ക്. തെലങ്കാനയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 1.38 ലക്ഷം, ആന്ധ്രാപ്രദേശ് 1.36 ലക്ഷം, കർണാടക 21 ലക്ഷം, തമിഴ്നാട് 1 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് 1.50 ലക്ഷം. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 2.97 ലക്ഷമാണ്. ഇന്ത്യന്റെ വെളിയിൽ നിന്ന് സിനിമയ്ക്ക് ഓവർസീസ് 13 ലക്ഷം. ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 3.10 ലക്ഷമാണ്. എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് ലക്കി ദ റേസർ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ കണ്ട ഏതെങ്കിലും വേണ്ടി കമന്റ് ബോക്സ് ചെയ്യപ്പെടുന്ന അഭിപ്രായം.